നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. ഇന്ന് 21/3/2026. ഞാൻ മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതായത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പിന്നെ നമുക്കിവിടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എന്റേതായ പേഴ്സണൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. അല്ലാണ്ട് ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ട. പിന്നെ ഒരുപാട് ആളുകൾ സേഫ് ആണോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സേഫാണ്, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഇവിടെ സൈറനൊക്കെ അടിക്കുന്നുണ്ട്, മിസൈൽസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എല്ലാരും എപ്പോഴും സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു യുദ്ധ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും ഇസ്രയേലിൽ തന്നെ നിൽക്കുന്നത്, നിങ്ങൾക്ക് നാട്ടിലേക്ക് കയറി വന്നൂടായോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നു. അതിനൊരു മറുപടി പറയാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഞാൻ 2020 ഇസ്രയേലിലേക്ക് വരുന്നത് കേട്ടോ. 2020 വരുമ്പോൾ ഒരു ഷെക്കലിന് 18-19 ആ ഒരു റേറ്റിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ആ പൈസ അങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് 18-19 രൂപ മൂല്യത്തിലാണ് നമ്മൾ അയച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ യുദ്ധ സാഹചര്യം നടക്കുന്ന ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഷെക്കലിന് ഏകദേശം 30 കഴിഞ്ഞു. 30 നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഷെക്കൽ ഈസ്റ്റു എത്രയാണ് ഇന്ത്യൻ റുപ്പി എന്നുള്ളത്. 30 കടന്നു കേട്ടോ. അപ്പോ എവിടെയാണെങ്കിലും യുദ്ധം നടക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് ആ രാജ്യം ഭയങ്കര ഒരു അരക്ഷിതാവസ്ഥ നേരിടും അല്ലേ. പക്ഷെ ഇസ്രയേലിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എത്ര നാളായിട്ട് ഇവിടെ യുദ്ധമാണ്, നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. 2021 ഒക്കെ ഇവിടെ വലിയ വലിയ യുദ്ധം നടന്ന സമയത്തൊക്കെ ഇവർ സാമ്പത്തികപരമായിട്ട് ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. ഇവർ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും യുദ്ധം നിങ്ങൾക്കറിയാലോ, ഇവിടുന്ന് അതായത് അയൺഡോം പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന ആ മിസൈൽസിന് എത്ര ഡോളറാകും. എത്ര നാളെ കൊണ്ട് ഇവിടെ യുദ്ധം നടക്കുവാണ്. യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇവർ എക്കണോമിക് സ്റ്റാറ്റസ് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. ബ്രില്യൻസ്, എക്കണോമിക് ബ്രില്യൻസ് എന്ന് തന്നെ പറയാം കേട്ടോ. അതൊരു ഒന്നാമത്തെ പോയിന്റാണ്. ഇപ്പൊ 30 കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സാലറി ഒന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ പല സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കെയർ ഗീവേഴ്സ് സെക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്കിൽഡ് ആൻഡ് നോൺ സ്കിൽഡ് വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് ആണ് അവരുടെ രീതിക്കാണ് സാലറി പെർ അവർ കിട്ടുന്നവരുണ്ട്, മന്ത്ലി സാലറി കിട്ടുന്നവരുണ്ട്, വേജസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് സാലറി ഒന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും ഒരു ഷെക്കലിന് 30 കടന്നു. ആ രാജ്യം നമുക്ക് തരുന്ന സാമ്പത്തിക സുരക്ഷിതത്വമാണ്. രണ്ടാമത് ചോദിക്കുന്നത്, ഈ ഒരു യുദ്ധ സാഹചര്യം നേരിടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നില്ലെന്ന്. ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ഞാൻ ആരെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയില്ല, ഞാൻ സത്യമാണ് കേട്ടോ പറയുന്നത്. എനിക്ക് നാട്ടിൽ പോകണമെന്ന് ഇപ്പൊ നമ്മുടെ കുടുംബത്തിനെ കാണണം, കുട്ടികളെ കാണണം, അവരുടെ ഒപ്പം നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കലും ഇവിടെ നിർത്തിയിട്ട് യുദ്ധ സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവിടെ നിർത്തിയിട്ട് പോകണമെന്ന് ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒരു രാജ്യം അവരുടെ ഏറ്റവും നല്ല സമയത്ത് നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു രാജ്യം, അവരൊരു യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴല്ലേ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടത്. നമ്മുടെ കുടുംബം ഏറ്റവും മനോഹരമായിട്ട് സന്തോഷമായിട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ നല്ല സമയത്ത് നമ്മളെ അത്രത്തോളം ചേർത്ത് പിടിച്ച്, അപ്പൊ അവർക്കൊരു യുദ്ധ സാഹചര്യത്തിലല്ലേ നമ്മളെ പോലുള്ള ഞാൻ നഴ്സുമാരുടെ കാര്യം ഇപ്പൊ പറയണം കേട്ടോ. ഈ നഴ്സുമാരുടെ ആവശ്യം ഇപ്പോഴാണ് ഇവിടെ കൂടുതലായിട്ട് വേണ്ടുന്നത്. രാജ്യം അവിടെ യുദ്ധം ചെയ്യട്ടെ, നമ്മളെല്ലാവരും നിങ്ങളുടെ രാജ്യത്തിനെ സിറ്റിസൺസിനെ നോക്കാനായിട്ട് നമ്മളിവിടെ സജ്ജരായിരിക്കുകയാണ്. എത്ര അഭിമാനത്തോടെയാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ. എന്റെ പറച്ചിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത് കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. ഇത് വെറും ഇതല്ല കേട്ടോ. രാജ്യത്തിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ സിവിലിയൻസിനെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രം മതി. പല ആൾക്കാരും നമ്മളെ പോലുള്ള ജോലി ചെയ്യാൻ വന്നിരിക്കുന്നവരും അവരൊക്കെ ഫുള്ള് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ യുദ്ധ സമയത്ത് എൽഡർലി പീപ്പിൾസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഹാറ്റ്സ് ഓഫ് കേട്ടോ. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എന്റെ നമോഭാഗം. എസ്പെഷ്യലി ഈ ഒരു സാഹചര്യത്തിൽ കെയർ ഗീവിംഗ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കേട്ടോ. അവരുടെ ജീവനേക്കാൾ ഉപരി മറ്റൊരാളുടെ ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിന് ഒരുപാട് 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 അഭിനന്ദനങ്ങൾ. നമ്മൾ പറഞ്ഞു പോയിട്ട് വിട്ടുപോയില്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാ. അപ്പോ രണ്ടാമത് ഇത് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ രാജ്യത്ത് അരക്ഷിതാവസ്ഥയില്ല. ഒട്ടുമില്ല, നമ്മളിവിടെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ചെയ്യുന്നത് പുറത്തിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരു ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് അപ്പൊ പുറത്തിരുന്നിട്ടാണല്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത് ഇപ്പൊ ഒരു സൈറൻ ഇപ്പൊ വരുവാണെന്ന് വെച്ചോ,
ഇവിടെ സേഫ്റ്റി റൂം ഉണ്ട്, ഞാൻ അങ്ങടേക്ക് പോയി അവിടെ ഇരുന്നിട്ട് നമുക്ക് ലീവ് ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ മെസ്സേജ് വരും. ആ സമയത്ത് ഇപ്പൊ ഏർലി മോർണിംഗ് വന്നിട്ടല്ലേ നമ്മൾ പോകുന്നത്. ലീവ് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഇവിടെ വന്നിരിക്കും. പിന്നെ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഇതിപ്പോ ഒരു ദിവസത്തിൽ 1 or 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 3 തവണ ചിലപ്പോൾ അലാം അടിച്ചെന്നിരിക്കും. ബാക്കി 24 മണിക്കൂറിൽ ഒരു 3 തവണ എന്ന് പറയുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അങ്ങനെ മാറ്റി വെച്ചാൽ ബാക്കി ഇത്രയും സമയം നമ്മൾ ഫ്രീ അല്ലേ, ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കില്ലേ നമ്മള്, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല അതിന്റെ കാര്യം. അപ്പം ഈ സാമ്പത്തിക എക്കണോമിക് ബ്രില്യൻസിനെ പറ്റി ഞാൻ പറഞ്ഞു. രണ്ടാമത് നമുക്ക് ഈ രാജ്യത്ത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫ്രീഡത്തിലാണ് ഈ രാജ്യത്ത് കഴിയുന്നത് കേട്ടോ. മറ്റേ എല്ലാ രാജ്യങ്ങളിലും പരിഗണിക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സെക്കൻഡറി സിറ്റിസൺഷിപ്പിന് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, പല രാജ്യങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ സിവിലിയൻസിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുള്ളൂ. ബാക്കി എല്ലാവരും ഒരു രാജ്യത്തേക്ക് വരുമ്പോഴത്തേനും അവരെല്ലാം സെക്കൻഡറി സിറ്റിസൺ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഒരിക്കലും ഇവര് നമ്മളെ ഇസ്രായേൽ PR ഒന്നും കിട്ടിയിട്ട് നമ്മളിവിടെ നിൽക്കാനൊന്നും പറ്റുമൊന്നുമില്ല. കാരണം ഈ രാജ്യത്തിന് അതിന്റേതായ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ രാജ്യം നമുക്ക് തരുന്ന ഒരു റെസ്പെക്ട് ഉണ്ട് കേട്ടോ. ഇവരെ എങ്ങനെ ചേർത്ത് നിർത്തുന്നു അതുപോലെ തന്നെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്. അല്ലാണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറിയിക്കുക, എന്റെ സിറ്റിസൺസിന് ഞാൻ യുദ്ധം വരുമ്പോൾ ഞാൻ എന്റെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കട്ടെ, നിങ്ങൾ മാറിയിക്കുക എന്നൊന്നുള്ളൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്ക് ഇവിടുത്തെ സിറ്റിസൺസിന് കിട്ടുന്ന സാലറി ഒക്കെ തന്നെയാണ് നമുക്കും കിട്ടുന്നത്. അല്ലാണ്ട് അവിടെ കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എല്ലാവർക്കും ഒരു ലോ തന്നെ ഉള്ളൂ ഇവിടെ. അവർക്ക് ഇന്ന ലോ, ഇവർക്ക് ഇങ്ങനെ അങ്ങനെയില്ല, ഒരു ലോയേ ഉള്ളൂ എല്ലാവർക്കും. പിന്നെ യുദ്ധ സാഹചര്യം നടക്കുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരുടെ ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അവരോട് ഞാൻ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ യുദ്ധമാണ്, ഭയങ്കര 99% ഇസ്രായേലിൽ ജോലി ചെയ്തിട്ട് ഇസ്രായേലിൽ അനുഭവിക്കുന്നവരാണ് കേട്ടോ. ബാക്കി 1% വരുന്ന ആൾക്കാർ എന്തോ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയാണ്, ഈ രാജ്യത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഗവൺമെന്റ്, നമുക്ക് യുദ്ധമാണെന്ന് അറിയാലോ, ഇവിടുത്തെ ഗവൺമെന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ പകുതി സാലറി വെട്ടിക്കുറയ്ക്കുവാണെന്ന്? ഇവിടെ ബിത്വാലൂമി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് സാലറി വരുന്നവരുണ്ട്. പ്രൈവറ്റ് ആയിട്ട് ഫാമിലി കൊടുക്കുന്ന ഇത് അങ്ങനെയുണ്ട്. ഫാമിലി ആരുടെങ്കിലും പറഞ്ഞോ യുദ്ധം നടക്കുവാണ് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾക്ക് സാലറി തരാൻ പകുതിയെ തരുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഗവൺമെന്റ് സാലറി ആർക്കെങ്കിലും കിട്ടാണ്ടിരുന്നിട്ടുണ്ടോ? ഡേ ബൈ ഡേ ഷെക്കലിന്റെ മൂല്യം കൂടുവാണ്. നമ്മളൊക്കെ ഈ പൈസ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്, നമ്മുടെ കുടുംബം നന്നായിട്ട് നോക്കുന്നൊക്കെയുണ്ട്. നമ്മുടെ കുടുംബം ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ഈ രാജ്യത്തിരുന്നോണ്ട് ഈ രാജ്യത്ത് കുറ്റം പറയാൻ പാടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കി. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഇനി അതെടുത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കണ്ട, ഞാൻ എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ക്രിസ്ത്യൻസും ഹിന്ദു മതവിശ്വാസികളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് കേട്ടോ. ഇവർ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണിക്കാറുണ്ടോ? ഇവിടെ പല മുസ്ലിം കുടുംബങ്ങളിലും എന്തോരം കെയർ ഗീവേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നറിയും. ക്രിസ്ത്യൻ ആയിട്ടുള്ളവരും ഹിന്ദു ആയിട്ടുള്ളവരും ഇവിടുത്തെ പല മുസ്ലിം കുടുംബങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ പേഴ്സണലി അറിയാവുന്നവർ അവരോട് ചോദിക്കുക, ഇല്ലാച്ചാല് അവർക്ക് പോസ്റ്റൊക്കെ അവർ ഇടാറുണ്ട്. അവർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടോന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്ത് സ്നേഹത്തോടെയാണ് ആ മുസ്ലിം കുടുംബങ്ങളൊക്കെ അവരെ ചേർത്ത് നിർത്തുന്നത്. അവരുടെ കെയർ ഗീവേഴ്സിന് നോക്കുന്ന എന്തെങ്കിലും ഒരു സാലറിയിൽ കുറവോ എന്തെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടോ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളതൊക്കെ നോക്കണം. ഒരു പ്രത്യേക ആൾക്കാരെ നമ്മൾ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയരുത്. ഉള്ളതായിട്ട് പറഞ്ഞോ, കുഴപ്പമൊന്നും ഇല്ല. പിന്നെ യുദ്ധ സാഹചര്യം അല്ലേ, പലരും അങ്ങനെ വർക്ക്, അതായത് ഭയങ്കരമായിട്ട് സൈറനൊക്കെ വരുന്നത് കൊണ്ട് ആദ്യ സമയത്ത് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് വർക്കിംഗ് പ്ലേസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കൂളുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആൾക്കാരില്ലേ യാത്ര ചെയ്യാനാ, അധികം എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരുടെ സാലറിക്ക് കുറവൊന്നുമില്ല, കൃത്യമായിട്ട് അത് കിട്ടും കേട്ടോ. അതുകൂടെ ഞാൻ പറയട്ടെ. അപ്പൊ അധികം ആൾക്കാർ പുറത്തിറങ്ങി അങ്ങനെ ട്രാവൽ ചെയ്യുന്നില്ല, ഫോർ ദ സെക്യൂരിറ്റി പർപ്പസ് ആണ്. അപ്പൊ ആൾക്കാരില്ലാതെ വെറുതെ വണ്ടി ഓടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സമയത്താണ് വളരെ ചെറിയ രീതിയിൽ ബസ്സുകളൊക്കെ ഒന്ന് കുറച്ചത്, സർവീസ് കുറച്ചത്. കാരണം ആൾക്കാർ യാത്ര ചെയ്യുന്നില്ല, എല്ലാവരും വീടുകളിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു. പിന്നെ കൂടുതൽ പേര് കാറിലൊക്കെയാണ്. പിന്നെ ഈ വർക്കിംഗ് പ്ലേസസ് ക്ലോസ് ചെയ്ത സമയത്തും കുട്ടികളുടെ സ്കൂളുകളൊക്കെ ക്ലോസ് ചെയ്ത സമയത്ത് ഒരുപാട് വണ്ടികളുടെ ആവശ്യമില്ല. ആൾക്കാർക്ക് ലിമിറ്റഡ് ഇതാക്കിയതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ യാത്ര ചെയ്തെങ്കിലല്ലേ നമുക്ക് കൂടുതലായിട്ടുള്ള ബസ് സർവീസ് ഒക്കെ ഓടിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ സ്കൂളുകൾ മാത്രമേ ഉള്ളൂ സൂം മീറ്റിംഗിൽ നിൽക്കുന്നത്. എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങി. കാരണം യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിൽക്കാം, നമുക്കത് വെച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബസ് സർവീസ് എല്ലാം ഫുള്ളി ചാലു ആയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ സാധനം ഇല്ലാണ്ട് ഒരു അവസ്ഥ പോലും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഫുൾ ടൈം ആയിട്ട് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം നമ്മള് നാട്ടില് ഒരു കട, ആ കടയിൽ നമ്മൾ ചെന്നിട്ട് ഒരു സാധനം അങ്ങനെ വരാറേ ഇല്ല കേട്ടോ. ഇവിടെ
ചിലപ്പോ അവിടെ ഒന്നും ഒരു വട്ടം ഒരു പാല് വാങ്ങിക്കാൻ പോകുമ്പോ ആ കടയുടെ മാത്രം പ്രത്യേകതയാണ്, ആ കടയിൽ പാലൊന്നും ഇല്ല. എനിക്ക് തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് നമ്മൾ പോയി പാല് വാങ്ങിക്കില്ലേ, അതെന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും, അവിടുത്തെ സ്റ്റോക്ക് തീർന്നിട്ടായിരിക്കും, ആൾക്കാർ വന്നിട്ട് ബൾക്കായിട്ട് അവിടുത്തെ സാധനം എടുത്തിട്ട് പോയത് കൊണ്ട് അവിടെ ഒരു പാല് ഷോർട്ടേജ് ആണെന്ന് വെച്ച് എൻറ്റയർ ഇസ്രായേലിലെ സൂപ്പർ മാർക്കറ്റുകളിൽ സാധനം ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അടിപൊളിയാണ്, സൂപ്പറാണ് ഇവിടെ. അപ്പൊ നമ്മൾ നിൽക്കുന്ന രാജ്യത്തെ വെളുപ്പിക്കാൻ വേണ്ടിട്ടോ ഈ രാജ്യം സൂപ്പറാണെന്ന് ഞാൻ പറയും. പക്ഷെ അത് വെള്ള പൂശാൻ വേണ്ടിയിട്ടില്ല, ഉള്ള കാര്യമാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടെ, സൂപ്പറാണ്. പിന്നെ നമ്മളൊക്കെ ഈ രാജ്യം ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ദൈവം തൊട്ട് അനുഗ്രഹിച്ച ഒരു മണ്ണാണെന്ന് ഞാൻ പറയും കേട്ടോ. കാരണം ഇവിടെ വന്ന് രക്ഷപ്പെടാത്തൊരു മനുഷ്യരില്ല. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി ചെയ്യാൻ വന്നിട്ട് എല്ലാവരും രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ കേട്ടോ. ഒരു മനുഷ്യനായിട്ട് ഇതായി പോയിട്ടില്ല, മോശമായിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് വസ്തു വാങ്ങി ഞാനിപ്പോ വീഡിയോ വെച്ചോണ്ടിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് ഈ മണ്ണാണ് തന്നത്. അതുകൊണ്ട് ഈ മണ്ണ് എനിക്ക് എപ്പോഴും എന്റെ മാതൃരാജ്യം, എന്റെ പെറ്റമ്മയാണെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ചേർത്ത് നിർത്താൻ ഈ മണ്ണിനെയും പറ്റും. ഒരു പുണ്യഭൂമിയാണ് കേട്ടോ ഇത്, സമ്മതിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ എന്നെ ആരും കൊല്ലൊന്നും ചെയ്യരുത്, ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടില്ലെന്ന് വെച്ച് ഞാൻ മരിച്ചുപോയി എന്നൊന്ന് വെറുതെ ആൾക്കാരും ഒന്ന് പറയരുത് കേട്ടോ. എനിക്ക് എന്റേതായ തിരക്കുകൾ ഉള്ളതുകൊണ്ടായിരിക്കും ഡെയിലി ഞാൻ അപ്ഡേഷൻ തരാത്തത്. അപ്പം എല്ലാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. വന്ദേ മാതരം. ജയ് ഹിന്ദ്, ജയ് ഇസ്രായേൽ.